ഹലോ ഗായ്സ്, നമ്മളിന്ന് ജസ്മോന്റെ വീട് ഇതോണ്ട് അവിടെ ഉണ്ട്. നമ്മളിന്ന് ജസ്മോന്റെ വീടിന്റെ അടുത്തുള്ള പറയാം. ജസ്മോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യൂട്യൂബ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് സ്പെഷ്യൽ വീഡിയോ പറ്റാഞ്ഞിട്ട് വേറെ ക്ലാസ്സിന് ഇപ്പം നമുക്കറിയാം എല്ലായിടത്തും മഴയൊക്കെ ആയിരുന്നു, വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. ഇവിടെയും വെള്ളമൊക്കെ കയറി. വെള്ളം കയറി എന്ന് പറഞ്ഞ ഗൈസ്, കണ്ടം കാണുന്ന നിങ്ങൾക്കറിയാം. നിങ്ങൾ അവിടെ ഒരു കണ്ടം കണ്ടോ? ആ കണ്ടത്തിലെ വെള്ളം കയറി ഇതാ ഇവിടെ ഈ റോഡിന്റെ ജസ്മ പറയും, ഞാനല്ല. അത്രയും വേണോ? കുറച്ചിറക്കിക്കോ എന്നാ അതേ. അത്രയും വെള്ളം കയറി. ആ കണ്ടത്തിലെ വെള്ളം ഫുൾ ഇത്രയും കയറി. എന്നിട്ട് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇത്രയും ഇറങ്ങി. മഴ കുറഞ്ഞത് കൊണ്ട് ഇതേ തിരക്കൊക്കെ കഴിഞ്ഞ് യൂട്യൂബ് ക്ലാസ്സും കഴിഞ്ഞ് ചേട്ടാ ഫ്രീ ആയിട്ടുണ്ട്. ചേട്ടാ പറയും, എങ്ങനെയാണ് നമ്മൾ നീന്താനുള്ള മറ്റുള്ളവർക്ക് ഒരു ഇത് കൊടുക്കേണ്ടത്? എന്ത് ആവശ്യത്തിനാണ് നമ്മൾ നീന്തൽ പഠിക്കേണ്ടത്? പറയൂ. ഗൈസ്, ചേട്ടായി സത്യം പറഞ്ഞാൽ ചേട്ടാ ഇനി മറ്റേ നീ കണ്ടായിരുന്നു റീല്, ഈ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ മറ്റേ കുപ്പി കയറ്റി വെച്ചിട്ട് ഇറങ്ങുന്നത്, അങ്ങനെയൊക്കെ ഇറങ്ങും. ചേട്ടാ നീന്തൽ പഠിക്കുന്നതിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് പറയൂ, പ്രേക്ഷകർക്ക് അത് പറഞ്ഞു കൊടുക്കൂ. അയ്യോ ചേട്ടാ നൈസ് ഫ്രെയിം കേട്ടോ. ഗൈസ് കണ്ടോ, അതിലേ ചാടാൻ പറ്റത്തില്ല, അവിടെ കുപ്പിച്ചിലുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാ ജസ്മോന്റെ സ്വന്തം ജസ്മോനെ പപ്പയോട് പറ തുറക്കാൻ, നമ്മളെ പറമ്പല്ലേ ഗൈസ്. നമ്മളൊരു കായിക അഭ്യാസത്തിന് വേണ്ടി മാത്രമാണ് മതിലായിരുന്നത്, അല്ലാതെ നമ്മുടെ സ്വന്തം പറമ്പ് തന്നെയാണ്. മുണ്ട് വേണ്ട ഏട്ടാ അതിന്. എന്നാ ഈ തോർത്തെടുത്തു ഗൈസ്, എല്ലാ സാമഗ്രികളും ഉണ്ട്. ഇതെനിക്കുള്ള നിക്കറ് തോർത്ത്. ചാട് എന്നാ രണ്ട് ക്യാമറ പിടി. അടുത്ത വ്ളോഗിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു മതിൽ ചാടേണ്ടത്? 2 കൈ കുത്തുക പൊങ്ങുക, സിമ്പിളാണ് ഗൈസ്. ആരെങ്കിലും അവിടെ ഉണ്ടെന്നാണ്. നമ്മുടെ കുളത്തിൽ ആരോ കയറി. ജസ്മോനെ നമ്മുടെ കുളം ഇറക്കി വിട്ടോണം. ആണ്ട് ഗൈസ്, അവിടെ ആരോ ഉണ്ട് ഗൈസ്. ബേസിക്കലി വി ആർ ഇൻട്രോവേർട്സ്, സോ ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ആയിരിക്കും. സെക്യൂരിറ്റിക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നില്ലേ പിന്നെ തന്നെ. കണ്ടോ, ഈ പറമ്പ് മൊത്തം വെള്ളം കയറും ഗൈസ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഈ പറമ്പിലെല്ലാം വെള്ളമായിരുന്നു. പറമ്പും കുളം പോലെ ആയിരുന്നു. പിന്നെ ആ മതിൽ കണ്ടോ, ആ മതിലിന്റെ 2 കട്ട, നമ്മളിപ്പോ ചാടിയ ആ മതിലിന് 2 കട്ടേ ബാലൻസ് ഉള്ളു. അത്രയും വെള്ളം കയറിയത് ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ കുളിക്കാൻ പോയാണ്. ഈ ഡ്രസ്സൊക്കെ മാറാൻ പോവാണ്. ചേട്ടാ ഈ ഡ്രസ്സ് മാറുന്ന ആരെ കാണിക്കുന്നത്? നേരെ വേറെ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഗൈസ്. ചേട്ടാ വെള്ളത്തിൽ ചേട്ടാ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് തരത്തേ ഉള്ളൂ. ചേട്ടയ്ക്ക് അതിലും നല്ല ആളുണ്ട്. അതിന് ചേട്ടാ ഇറങ്ങത്തില്ല. ചേട്ടാ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ തരത്തുള്ളൂ. ചേട്ടാ ഇറങ്ങത്തില്ലെന്നാണ് നടക്കുന്നത്. ഗൈസ് സീ യു. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുളിക്കാൻ ഇറങ്ങട്ടെ. ബൈ ബൈ. ഇവിടെ ഒരു ബ്രഷ് കൊടുത്താൽ മതി, മൊങ്ങിയോളും. ട്യൂട്ടോറിയൽ ക്ലാസ്സസ്. കൈ ചുമ്മാ അറിയാലോ, കയ്യൊക്കെ അറിയാലോ. നമ്മുടെ ചാളത്ത് ഇവിടെ മുട്ട ദിവസം ഒരു ബ്രഷ് കൊടുക്കും. ഇതായിരുന്നല്ലേ ഇതെങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. ചാടുമ്പോ മുട്ട പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക, എന്നിട്ട് ചാടിയാൽ മതി, എല്ലാം ശരിയാവും. ചെറിയ അപ്പ് കൊടുക്കുക എന്റെ കാലയിലോട്ട്. ഇല്ല ജസ്റ്റ് ഊക്കിയിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊക്കോ രണ്ടുപേരും പൊക്കോ. ആക്ഷൻ. കാല് പൊങ്ങണം. നീ അല്ലെ ഇങ്ങനെ ആദ്യം കുത്തണ്ട എന്നറിയോ? തല ആദ്യം, പിന്നെ കാല് അത് കഴിഞ്ഞ് അത് അങ്ങനെയാണ് അങ്ങനെ കുത്തത്തുള്ളത്. പോലെ അങ്ങോട്ട് ഇയാളെ ആദ്യം തലയെ കുത്തത്തുള്ളത്. ഓ അതാ ഈ പുറടിച്ചു വീഴുന്നു. പിന്നെ എങ്ങനെയാ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുത്തുന്നോണ്ടല്ലേ? നീ പറഞ്ഞ തന്നെ ആദ്യം കാല് കുത്തറ, എന്നിട്ട് കാല് കുത്താ, അല്ല തല കുത്തറ, എന്നിട്ട്
തല വയറടിച്ചു വീണ് നേരെ എന്ന് കയറുന്നേ. ചാട് ചാട്. അവൻ ചാട്ടെ, അവനെ ചേട്ടാ ഇപ്പൊ വീഡിയോ എടുക്കണ്ട. എടുക്കുക, ഇത് വ്ളോഗിന്റെ അകത്ത് വരുന്ന ചാട് ചാടി ജസ്മോൻ ട്യൂട്ടോറിയൽസ് ഹൗ ടു സ്വിം ഇൻ എ പോട്ട്. ഷഡിയുണ്ടോ? ആ ഇതിനകത്ത് കാണല്ലോ. ഷഡി ഇല്ലടാ. ചാട് അവിടെ ചെല്ലുമ്പോ ഞാൻ വെള്ളത്തിനകത്ത് പിന്നെ അബ്ദുൽ കലാമിനോട് ഇന്ന് വിട്ടത്. എങ്ങാനും വല്ല നടക്കോ? വീഡിയോ എടുക്കാൻ വേണ്ടി 4 മിനിറ്റ് ആയി. ഇതോടെ പോവാ. പിന്നെ അതാണ് ജസ്മോനെ. ഒന്നുകൂടെ കാണിച്ചേ. ഡാന്ന് കണ്ടോ, ആദ്യം തലയല്ലേ പോയെ. ഞാൻ ട്രൈപ്പോർഡായിട്ട് നിൽക്കാൻ കുറച്ച് നേരമായി കേട്ടോ. എന്നാ ചെറുപ്പം കണ്ടോ മെസ്സേജ് അവിടെ വായിക്കോട്ടെ. അതൊക്കെ ഇല്ല കൊടുത്തില്ല. ചാടിയോ? ഞാൻ ഉന്തിടുവാ നീ. അങ്ങനെയാണോ? അതാ കുഴപ്പമില്ല. ചാറ മുട്ട ചെക്കാൻ മറന്നുപോയി. മുട്ട ചെക്കാൻ മറന്നുപോയി. അതാ ഞാൻ അവർക്ക് എന്നാ എടാ അവിടെ ഞാൻ പൊക്കം കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ എടാ അവിടെ നീ ആ കരടി അടിക്കാം. വലിയ പൊക്കം ഇല്ലതാ. നിന്നേ ഒന്ന് ചാടാവോ? നീ അവിടെ നീ അടിക്കാ. അത് മതി. കറക്റ്റ് ചാട്ടായിരുന്നു. ആ ചാട്ട ഇവിടെ നീ അടി. ആ ചാട്ട ഇവിടെ നീ ആട്. ചാടി കഴിയുമ്പോ കുഴപ്പമില്ല. എന്നെ പോവാം. ഹലോ ഗൈസ്, നമ്മൾ മടുത്തു. നമ്മൾ ജലദോഷ നമ്മളിത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. എല്ലായിടത്തും ഇതാ നമ്മുടെ കുളം. നീന്താൻ പോണേ. എല്ലാം കഴിഞ്ഞ് നീന്താൻ പോവാ. കാല് കഴുകൽ മാത്രമേ ഉള്ളൂ, നീന്തലൊന്നുമില്ല ഗൈസ്. നമ്മൾ നീന്തുന്ന വീഡിയോ ഒന്നും വ്ളോഗായിട്ട് എടുത്തില്ല. ബിക്കോസ് മടുത്തു ഗൈസ്. നമ്മൾ നീന്തുന്ന കണ്ടിട്ട് ഇനി ആരും വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പാടില്ല. പിള്ളേർക്ക് ഇതൊരു പ്രചോദനമാകരുത്. വളരെ റിസ്ക് ഉള്ള ഒരു ഫാക്ടേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നുമില്ല ഗൈസ്. നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോയപ്പം മുങ്ങി കുറച്ച് കുളിച്ച കുറച്ച് ക്ലിപ്സ് നമ്മൾ എടുക്കാം. എൻ്റെ ഇത് ഞാൻ ബാക്ക് ക്യാമറയാണ് തുറന്നത്. ഓക്കെ ഫൈൻ, ബാക്ക് ക്യാമറ അല്ല ഗൈസ്. എല്ലാവരും ഉണ്ട്. ഇനി ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കണം.
ജസ്വാനെ കണ്ടോ ഇവനില്ലേ ചേട്ടയ്ക്ക് ഇങ്ങനെ നിഷ്കളങ്കമാണ് യേസ്. നിഷ്കളങ്കനായി മാറാൻ നോക്കിയാണ്. ജസ്വാന്റെ വീഡിയോ കൂടി എടുത്താ നമ്മളിനി ജസ്വാന്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സെല്ലാം മാറണം. ഓക്കെ ഗൈസ്, ബൈ ബൈ. കുളത്തോട് ബൈ വരട്ടെ. ഇങ്ങനെ തിരിച്ചു വരരുത്. ബൈ ബൈ ഗൈസ്. ജസ്വാൻ ഒരു ജമ്പടിക്കേ. എന്ത് കുലീനതയാ മുഖത്ത്, എന്തോ പ്രശ്നമുള്ള പോലെയാണ്. ഭയങ്കര കുലീനമായി ചിരിച്ചോണ്ടിരിക്കുന്നു. ക്യൂട്ട്നെസ്. ചേട്ടാ ഇവിടെ വേറെ വെള്ളത്തിൽ വന്ന് ചേട്ടാ ഈ വെള്ളത്തിൽ ഇറങ്ങി ഗൈസ്. കാലിറങ്ങി. രണ്ട് കാല് ഇറങ്ങി. എന്നിട്ട് വലിയ പരാലിനൊക്കെ ചേട്ടറെ വിരള് കടിക്കാനിട്ട് കൊടുത്ത്. അതിനെ പരാള് വലുതല്ലേ? പിന്നെ എന്നാ നീ ചേട്ടെ വരാലെന്നോ? അവന് വരില്ല നമ്മളെ തെറ്റ കേസ്. കേസ് നമ്മളിവിടെ വന്നപ്പോൾ ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. ആ ചേട്ടായി നമ്മളോട് പറഞ്ഞു നഴ്സിംഗ് പഠിക്കാൻ പോകണ്ടെന്ന്. അതിന്റെ കാര്യമുണ്ടോ? പരാലോ? മറ്റേ പാട്ടിനകത്തില്ലേ അത്? ഐരപത്തി. ആ പരല് 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 പരാലോ? ഞാൻ പരലെന്നാ പറഞ്ഞേ. അല്ല പരാലെന്നായിരിക്കാം. എടാ വരാലും പരലൂടെ ചേർന്നാ പരാല്. എന്നാ ആരും അറിയണ്ട. ഇനി ഈ ഓടി കെട്ടിയാട്ടെ കേസ്. നമ്മള് കട്ട് ചെയ്യാത്ത നമ്മള് ക്ലിപ്പെല്ലാം ആഡ് ചെയ്തിട്ട് നേരെ എടുത്തുള്ളൂ. യസ്മാൻ ബൈ ബൈ പറ. കഥ ഓൾ ബസ്. ചേട്ടായി ചേട്ടാ ഭയങ്കര ഒരുമാതിരി ലുക്കില്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മള് 200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ഗീവ് അവേ ഉണ്ട്. അതെ ജസ്മൻ ഒരു ഷഡ്ഡി ഗീവ് അവേ ആയിരുന്നു. നമ്മള് ഷഡ്ഡിക്ക് ഓർഡർ കൊടുക്കാതെ ഞങ്ങളെ യൂട്യൂബിന്റെ ലോഗോ ഒക്കെ വെച്ചായിരിക്കും ഷഡ്ഡി പ്രിന്റ് ചെയ്ത് വരുന്നത്. ജസ്മൻ സോറി കേസ് ഇട്ടിട്ടില്ല, സാമ്പിള് കാണിക്കും. ഇനി നമ്മൾ വന്ന മതിലയാടി തിരിച്ചു പോകണം. ജസ്മന്റെ സ്വന്തം പറമ്പാന്നാ പറഞ്ഞത്, പക്ഷെ ജസ്മന് മതിലയാടി വരണം. ഗൈസ് അങ്ങനെ നമ്മൾ വ്ലോഗ് അവസാനിപ്പിക്കാം. ബൈ ബൈ ഗൈസ്, സീ യു ലേറ്റർ. അയ്യോ ബൈ ബൈ ഗൈസ്.